ഇന്നത്തെ വീഡിയോ നമുക്ക് അനൂപിന്റെ കഥയിലൂടെ തുടങ്ങാം. 28 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ശരീരമൊന്ന് നന്നാക്കാൻ ആഗ്രഹം ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് അനൂപ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം പോയി ജിമ്മിൽ ജോയിൻ ചെയ്തു. ജിമ്മെന്ന് ട്രെയിനർ പറഞ്ഞു മസിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ കഴിക്കണമെന്ന്. അനൂപ് പലതരത്തിലുള്ള വേ പ്രോട്ടീൻ വാങ്ങിക്കാൻ ആമസോണിൽ വില നോക്കി 1 കിലോന് 3000 രൂപയൊക്കെയാണ് വേ പ്രോട്ടീൻ്റെ വില കണ്ടത്. ഇത് പക്ഷേ അനൂപിന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല. അപ്പോഴാണ് റെക്കമെൻഡഡ് പ്രൊഡക്ട്സിൽ വേ പ്രോട്ടീൻ്റെ കൂടെ തന്നെ ക്രിയാറ്റിൻ അനൂപ് കണ്ടത്. ഇതിന് വെറും 500 രൂപയേ ഉള്ളൂ. അനൂപ് ട്രെയിനറിനോട് ക്രിയാറ്റിൻ കഴിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. ട്രെയിനർ കഴിച്ചോളാനും പറഞ്ഞു. പക്ഷേ അനൂപിന്റെ ഫ്രണ്ട്സ് പറഞ്ഞത് അനൂപെ ക്രിയാറ്റിൻ കഴിക്കണ്ട, ഇത് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവും, മുടി കൊഴിഞ്ഞു പോവും, ശരീരമാകെ നീരൊന്ന് വീർക്കും. അങ്ങനെ അനൂപിന് ആകപ്പാടെ കൺഫ്യൂഷനായി. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വില കുറഞ്ഞ ഈ വെളുത്ത പൊടി മസിൽ ബിൽഡ് ചെയ്യാൻ ശരിക്കും ഒരു നായകനാണോ അതോ വില്ലനാണോ? ഇന്ന് അനൂപിന് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ക്രിയാറ്റിന്റെ ജാതകം നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. അനൂപ് ക്രിയാറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു. അത്തരത്തിൽ കുറേ വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണിന് താഴെയുണ്ട്. ആദ്യമായി അനൂപ് മനസ്സിലാക്കിയ കാര്യം ക്രിയാറ്റിൻ എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് അല്ല. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്സ് ചേർന്നിട്ടുള്ള ഒരു സംയുക്തമാണ്. നമ്മളുടെ തന്നെ ശരീരത്തിൽ ക്രിയാറ്റിൻ ഉൽപ്പാദിക്കാനും സാധിക്കുന്നതാണ്. ഇത് കാർബമൈഡ് ഫോർട്ടിൻ്റെ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ്, മൈക്രോനൈസ്ഡ് ക്രിയാറ്റിൻ ആണ്. ഇത് പക്ഷേ ഇറച്ചിയിൽ നിന്നൊന്നും അല്ല ഉണ്ടാക്കുന്നത്, ഫാക്ടറിയിൽ കെമിക്കൽ പ്രോസസ്സിലൂടെയാണ് ഉണ്ടാക്കുന്നത്. സിന്തറ്റിക് ഫോം ഓഫ് ക്രിയാറ്റിൻ ആണ്. സാർക്കോസിൻ, സൈനമൈഡ് ഇതുപോലത്തെ കെമിക്കൽസ് വെള്ളത്തിൽ ആഡ് ചെയ്ത് ചൂടാക്കി പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ഉൽപ്പാദിക്കുന്നത്. ഇതിനെ പിന്നീട് ശുദ്ധീകരിച്ച് ഉണക്കി പൊടിയാക്കുന്നതാണ് ഇങ്ങനത്തെ ബോട്ടിലിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ക്രിയാറ്റിൻ നമ്മൾ കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലാണ് കൂടുതലുണ്ടാവുക. പക്ഷേ സപ്ലിമെന്റ്സ് ആയി കിട്ടുന്ന ക്രിയാറ്റിൻ എന്ന് പറയുന്നത് 100% വെജിറ്റേറിയൻ ആയിരിക്കും. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് ക്രിയാറ്റിൻ ശരീരത്തിൽ ഉൽപ്പാദിക്കാനും സാധിക്കും, അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും കിട്ടും. പക്ഷേ ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് ഏറ്റവും കൂടുതലായിട്ടും ഉപകാരപ്രദമാവുന്നത് വെജിറ്റേറിയൻസിനായിരിക്കും. അനൂപ് ആമസോണിൽ ആദ്യം ലിസ്റ്റിൽ കണ്ടത് കാർബമൈഡ് ഫോർട്ടിൻ്റെ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ്. ഇതുകൂടാതെ പല ബ്രാൻഡ്സിൻ്റെ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാം. നിങ്ങളും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കുമ്പോൾ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് തന്നെ വാങ്ങിക്കുക. ഇതുപോലെ മൈക്രോനൈസ്ഡ് ക്രിയാറ്റിൻ വാങ്ങിക്കാൻ ശ്രമിക്കണം. മൈക്രോനൈസ്ഡ് ക്രിയാറ്റിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ 96% ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ്. ബാക്കി 3 ഗ്രാമിൻ്റെ അടുത്ത് ഫ്രക്ടോ ഒളിഗോസാക്കറൈഡ്സ് എന്ന് എഴുതിയത് കാണാം. ഇത് ഒരു പ്രീബയോട്ടിക് ഫൈബർ ആണ്. ചിലർക്ക് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ വൈറൽ ഗ്യാസിന്റെ പ്രശ്നങ്ങളോ ദഹനക്കേടോ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറേഴ്സ് ഫ്രക്ടോ ഒളിഗോസാക്കറൈഡ്സ് പോലത്തെ പ്രീബയോട്ടിക് ഫൈബേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. വെറും ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ഉള്ളതിനേക്കാളും ദഹനത്തിനെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ഫൈബേഴ്സും കൂടിയും ഉള്ളത് ആക്ച്വലി നല്ലതാണ്. അനൂപിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിലയായിരുന്നു. 1 കിലോ വേ പ്രോട്ടീൻ ഐസൊലേറ്റ്സ് വാങ്ങുന്നത് 1 മാസം കൊണ്ട് തീരും. അതിൻ്റെ വിലയാവട്ടെ 3000 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കാണ്. എന്നാൽ ക്രിയാറ്റിൻ്റെ വില വേ പ്രോട്ടീൻ്റെ കൺസംഷൻ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ക്രിയാറ്റിൻ ഒരു ദിവസം 3 ഗ്രാം കഴിച്ചാൽ മതി. അതായത് ഒരു മാസത്തേക്ക് 100 ഗ്രാം മതിയാവും. അപ്പം 250 ഗ്രാമിൻ്റെ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റിൻ്റെ ഒരു ബോട്ടിൽ 500 മുതൽ 700 റുപ്പീസിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം 3 മാസത്തേക്കുണ്ടാവും. ജിമ്മിൽ പോകുന്നവർക്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സപ്ലിമെൻ്റാണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വേ പ്രോട്ടീൻ്റെ കൂടെയാണ് ക്രിയാറ്റിൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം വേ പ്രോട്ടീൻ എടുത്ത് 2-3 മാസത്തിന് ശേഷം മാത്രം ക്രിയാറ്റിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ജിമ്മിൽ പോയ ഉടനെ തന്നെ ക്രിയാറ്റിനോ അല്ലെങ്കിൽ വേ പ്രോട്ടീനോ കഴിച്ചു തുടങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതിനേക്കാളും പ്രധാനപ്പെട്ടുള്ള കാര്യം ജിമ്മിൽ പോകുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. അനൂപ് ക്രിയാറ്റിനെ കുറിച്ച് ഈ ചാനലിൽ തന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടു. എന്നിട്ടും കൺഫ്യൂഷൻ മാറാത്തത് കാരണം ഡോഫോഡിയിൽ ഒരു കൺസൾട്ടേഷൻ എടുത്തു. അനൂപ് എൻ്റെ അടുത്ത് ചോദിച്ചത്, ട്രെയിനർ പറഞ്ഞത് ക്രിയാറ്റിൻ ഓരോ ദിവസം 20 ഗ്രാം വെച്ച് ആദ്യത്തെ ഒരാഴ്ച കഴിക്കണമെന്നാണ്. ഇങ്ങനെ കഴിക്കണോ വേണ്ടേ എന്നുള്ളതാണ്. ഒരു ദിവസം 3 ഗ്രാം കഴിക്കുന്നതിന് പകരം ആദ്യത്തെ 1-2 ആഴ്ച ഓരോ ദിവസം 20 ഗ്രാം ഒക്കെ വെച്ച് കഴിക്കുന്നതിനെയാണ് ലോഡിംഗ് ഡോസ് എന്ന് പറയുന്നത്. പക്ഷേ ശാസ്ത്രീയമായി പറയുകയാണെന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം പറയുന്നത് ക്രിയാറ്റിൻ്റെ ലോഡിംഗ് ഡോസ് എടുക്കുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല.
മറിച്ച് അധികം ആൾക്കാർക്കും കൂടുതൽ സൈഡ് എഫക്ട്സ് അനുഭവപ്പെടാവുന്നതാണ്. ഇങ്ങനെ കൂടി നിൽക്കുന്ന ഡോസിൽ ക്രിയാറ്റിൻ തുടക്കത്തിൽ തന്നെ കഴിച്ചാൽ അധികം ആൾക്കാർക്കും വയറുവേദന, ബ്ലോട്ടിംഗ്, ദഹനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് സയന്റിഫിക് വേ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്പൂൺ ഉണ്ടാവും. അത് 5 ഗ്രാമിൻ്റെതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ള സെർവിങ് സൈസ് എത്രയാണെന്നുള്ളത്. 5 ഗ്രാമിൻ്റെ സ്കൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം എടുക്കുക. അപ്പം നിങ്ങൾക്ക് 3 ഗ്രാം കിട്ടും. തുടക്കം മുതൽ ഓരോ ദിവസവും 3 ഗ്രാം വെച്ച് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നതാണ് സയന്റിഫിക്കലി നല്ലതെന്ന് പറയുന്നത്. ക്രിയാറ്റിൻ്റെ ലോഡിംഗ് ഡോസ് എടുക്കുന്നതിൻ്റെ ആകെപ്പാടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ കഴിക്കുന്ന ക്രിയാറ്റിൻ എല്ലാം മസിലിൽ പോയി സാച്ചുറേറ്റഡ് ആയി മസിൽ നിറയാൻ ഒരാഴ്ച സമയം മതിയാവും. അതായത് പെട്ടെന്ന് നടക്കും. പക്ഷെ നമ്മൾ 3 ഗ്രാം വെച്ചിട്ടാണ് ക്രിയാറ്റിൻ കഴിക്കുന്നതെങ്കിൽ സമയം കുറച്ച് കൂടുതലെടുക്കും. ചിലപ്പോൾ 3 ആഴ്ച എടുക്കും. പക്ഷേ ഇങ്ങനെ സമയം എടുത്ത് മസിൽ സാച്ചുറേറ്റഡ് ആക്കുന്നതാണ് നല്ലതെന്നാണ് സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത്. അതായത് ക്ഷമയാണ് പ്രധാനം. ഇനി എങ്ങനെയാണ് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് കഴിക്കേണ്ടതെന്ന് അനൂപ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്. വെള്ളത്തിൽ കലക്കി കുടിക്കാം. വെള്ളത്തിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ട് മാറുന്നു മാത്രമേ ഉള്ളൂ. ജ്യൂസിലും ഗ്ലൂക്കോസിലും കലക്കി കുടിക്കുന്നത് ക്രിയാറ്റിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ചില സ്റ്റഡീസിൽ പറയുന്നെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. വെറും വെള്ളത്തിൽ നിങ്ങൾക്ക് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ്. അനൂപിൻ്റെ അടുത്ത സംശയം, ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് വർക്കൗട്ടിന് മുമ്പേ ആണോ വർക്കൗട്ടിന് ശേഷമാണോ കഴിക്കേണ്ടത്? ഇവിടെ സയന്റിഫിക് എവിഡൻസ് പറയുന്നത് വർക്കൗട്ടിന് ശേഷം കഴിക്കുന്നതാണ് നല്ലതെന്നാണ്. കാരണം വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്ത് മസിൽസ് രക്തത്തിലുള്ള പോഷകങ്ങളെ വലിച്ചെടുക്കാൻ റെഡിയായി നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ ഓൾറെഡി പ്രീ വർക്കൗട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് വർക്കൗട്ടിന് മുമ്പെയാണ് കഴിക്കേണ്ടത്. നിങ്ങൾ കഴിക്കുന്ന ചില പ്രീ വർക്കൗട്ടിലും ക്രിയാറ്റിൻ അടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഏത് തരത്തിലുള്ള സപ്ലിമെന്റ്സ് ആണ് കഴിക്കുന്നതെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം. നിങ്ങൾ ഓൾറെഡി പ്രീ വർക്കൗട്ടായി ക്രിയാറ്റിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം എക്സ്ട്രാ ക്രിയാറ്റിൻ കഴിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ചിലർ വേ പ്രോട്ടീൻ കഴിക്കുന്നവരുണ്ടാവും. വേ പ്രോട്ടീൻ്റെ കൂടെ ക്രിയാറ്റിനും ഷേക്കറിൽ മിക്സ് ചെയ്തിട്ടും കഴിക്കാവുന്നതുമാണ്. ഇനി ജിമ്മിൽ പോവാത്ത ദിവസങ്ങളിലും ക്രിയാറ്റിൻ കഴിക്കണോ? അതിൻ്റെ ഉത്തരം നിർബന്ധമായിട്ടും കഴിക്കേണ്ടത് തന്നെയാണ്. ക്രിയാറ്റിൻ പ്രവർത്തിക്കുന്നത് മസിലിൽ ക്രിയാറ്റിൻ്റെ സ്റ്റോർസ് ഫുള്ളാവുന്ന സമയത്താണ്. ഇതിനെയാണ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇടയ്ക്ക് ക്രിയാറ്റിൻ നിർത്തിക്കഴിഞ്ഞാൽ മസിലിലുള്ള ക്രിയാറ്റിൻ്റെ അളവ് കുറഞ്ഞു വരാൻ ഒരു കാരണമാവും. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ എല്ലാ ദിവസവും കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ അനൂപ് എന്നെ കോൺടാക്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം കിഡ്നി അടിച്ചു പോവോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അനൂപിൻ്റെ പല സുഹൃത്തുക്കളും ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അനൂപിനെ പേടിപ്പിച്ചത്. ആരോഗ്യമുള്ള ഒരാൾക്ക് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് 100% സേഫാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ രക്തത്തിൻ്റെ ടെസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാം, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്. അതിൻ്റെ ഒരു ഫാക്ടറാണ് സിറം ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്. ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ക്രിയാറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്ക് ക്രിയാറ്റിനിൻ്റെ ലെവലിൽ ചെറിയ വർധനവ് കാണാം. ഇത് സ്വാഭാവികമാണ്. ഇത് കിഡ്നി തകരാറിലായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ കൂടുതൽ ക്രിയാറ്റിൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഈ വിഷയത്തിനെക്കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാം. ഇനി നിങ്ങളുടെ കിഡ്നി ഓൾറെഡി മികച്ച രീതിയിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്, അതോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ നിങ്ങൾക്കും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാം. ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എടുത്ത് തുടങ്ങുന്നതിന് മുമ്പേ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്ന ടെസ്റ്റാണ് കുറച്ചും കൂടി നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. ഓൾറെഡി കിഡ്നി ഡിസീസസ് ഉള്ളവർ ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് കഴിക്കാത്തതാണ് നല്ലത്. ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എടുത്ത് തുടങ്ങുന്നതിന് മുമ്പേയും ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എടുത്ത് 3 മാസം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാം. സിസ്റ്റാറ്റിൻ സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാം. ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. അതിനനുസരിച്ച് ഇത് തുടർന്ന് കഴിക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാം. വേ പ്രോട്ടീനേക്കാളും കൂടുതൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ള സപ്ലിമെൻ്റ് ആണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ, ചിലപ്പോൾ അവർക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം അറിയ പോലും ഉണ്ടാവില്ല. ഡയബറ്റിസ് ഉണ്ടാവാം, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അധികം ആൾക്കാർക്കും കിഡ്നി ഡിസീസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 50-60s ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർ കിഡ്നീൻ്റെ ഹെൽത്ത് പ്രോപ്പർലി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. അവസാനമായി അനൂപ് ചോദിച്ചിട്ടുള്ളത് 3 മാസം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് അത് നിർത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഉണ്ടായ മസിലൊക്കെ ചുരുങ്ങിപ്പോവോ ഇല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. മസിലുള്ള ക്രിയാറ്റിൻ്റെ സ്റ്റോഴ്സ് ക്രിയാറ്റിൻ നിർത്തിക്കഴിഞ്ഞാൽ കുറഞ്ഞു വരും. ഇതിനനുസരിച്ച് മസിലുള്ള വെള്ളത്തിൻ്റെ ഫ്ലൂയിഡിൻ്റെ അളവ് കുറയും. അതിനനുസരിച്ച് മസിലിൻ്റെ സൈസ് ചെറുതായിട്ട് കുറയാം. പക്ഷേ മസിൽ കംപ്ലീറ്റ് ആയിട്ടും പോകുന്നൊന്നുമില്ല. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന എനർജി കൂടുതലായിരിക്കും. കൂടുതൽ റെപ്പറ്റീഷൻസ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ വെയിറ്റ് എടുത്ത് പൊന്തിക്കാൻ സാധിക്കും. അങ്ങനെ 3 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മസിൽ ഫൈബേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ആ മസിലൊന്നും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് പേടിക്കാതെ നിർത്തുകയും ചെയ്യാം.
ഇന്ന് അനൂപ് ഹാപ്പിയാണ്. ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എടുത്ത് മസിൽ ബിൽഡൊക്കെ ചെയ്ത് അനൂപ് എല്ലാ ദിവസവും ഈ മോട്ടിവേഷനോട് കൂടി തന്നെ ജിം കണ്ടിന്യൂ ചെയ്യുന്നുമുണ്ട്. അതും വേ പ്രോട്ടീൻ്റെ അത്രയും വിലയില്ലാത്ത ഒരു സപ്ലിമെന്റ് ഉപയോഗിച്ചിട്ടാണ് അനൂപിന് ഈ ഒരു മാറ്റം കണ്ടിട്ടുള്ളത്. അനൂപിനെ പോലെ നിങ്ങൾക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവാം. ഏത് തരത്തിലുള്ള പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കഴിക്കണം, മറ്റു തരത്തിലുള്ള വിറ്റാമിൻസും സപ്ലിമെന്റ്സും ഏതൊക്കെ കഴിക്കാം, നിങ്ങളുടെ ശരീരപ്രകൃതിക്കും നിങ്ങൾക്കുള്ള ഹെൽത്ത് കണ്ടീഷനനുസരിച്ചും നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്ലിമെന്റ്സ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഡോഫോഡിയിലുള്ള പെർഫെക്റ്റ് സപ്ലിമെന്റ്സ് എന്ന സേവനം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ഓൺലൈൻ കൺസൾട്ടേഷൻസ് വഴിയാണ് നടക്കുന്നത്. ലോകത്ത് എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്ലിമെന്റ് പ്ലാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഇതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ dofody.com സന്ദർശിക്കുക. അനാവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് വാങ്ങിച്ച് പണം കളയാതെ ശാസ്ത്രീയമായി നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള സപ്ലിമെന്റ്സ് വാങ്ങിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. നിങ്ങൾ കഴിക്കുന്ന ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് ഏതാണ്, എത്ര കാലമായി കഴിക്കുന്നു, ഇത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ക്രിയാറ്റിൻ സപ്ലിമെന്റ്സിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി. ബൈ.